നമുക്കിന്ന് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന മെഴുക്കുവരട്ടി ആയിരിക്കാം, പക്ഷെ കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു മസാല ഫ്ലേവറൊക്കെ ഉള്ള മെഴുക്കുവരട്ടിയാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ കുറച്ച് ഉള്ളിയൊക്കെ അധികം വേണം. അതിന് എന്നെ വഴക്കൊന്നും പറയരുത്. എന്താണെന്ന് വെച്ചാൽ ഉള്ളി നന്നാക്കി എടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷെ സവോള ചേർത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ചക്കക്കുരു മെഴുക്കുവരട്ടി അധികം വലിയ കാര്യമായിട്ട് പറയാനൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന മെഴുക്കുവരട്ടി തന്നെയാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള റെസിപ്പികളാണ് ഇതൊക്കെ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വ്യൂവേഴ്സിൽ കുറേ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട്, പഠിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരിടയ്ക്ക് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ അവരുണ്ടാക്കുന്ന റെസിപ്പികൾ എനിക്ക് ഫോട്ടോ അയച്ചു തരാറുണ്ട്. അപ്പോൾ അവർക്കായിട്ടും കൂടി നമ്മൾ ഈസി ആയിട്ടുള്ള റെസിപ്പികളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണ്ടേ. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പികൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചക്കക്കുരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണാം. പക്ഷെ ഇതിൻ്റെ കൂടെ ചെമ്മീൻ ചേർത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ടേസ്റ്റ് ആയിരിക്കും. അത് എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ വെജിറ്റേറിയൻസിന് ചെമ്മീനും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കാം. വെജിറ്റേറിയൻസ് ആണെങ്കിൽ ചക്കക്കുരു മാത്രം മെഴുക്കുവരട്ടി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട്, അത് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ചെമ്മീൻ ചേർത്തിട്ടുള്ള ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ വാ കൊണ്ട് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാവുന്ന ഒരു ടേസ്റ്റ് ഒന്നും അല്ലാതെ, അത് ചെമ്മീൻ ചേർത്ത് നിങ്ങൾ ഉണ്ടാക്കി തന്നെ നോക്കിയാൽ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ കേട്ടോ. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റ് ആണ്. അത് നമുക്ക് പറയുമ്പോൾ വായിൽ വെള്ളം വരും, അതുപോലത്തെ ഒരു ടേസ്റ്റ് ആണ്. പിന്നെ അപ്പോൾ വെജിറ്റേറിയൻസിനെയും കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഓപ്ഷൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചക്കക്കുരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചക്കക്കുരു മെഴുക്കുവരട്ടി അല്ലെങ്കിൽ ചക്കക്കുരു ഉലർത്തിയതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു 350 ഗ്രാം ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 20 ഉള്ളിയും 6-7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി കൂടുതൽ എടുക്കണം കേട്ടോ, ഉള്ളി കൂടുതൽ എടുത്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ചക്കക്കുരു ഇതുപോലെ തൊലി കളഞ്ഞ് എടുക്കണമെങ്കിൽ തൊലി കളഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് 2-3 തൊലി കളഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ തൊലി കളഞ്ഞാൽ കാണാൻ ഭംഗി ഉണ്ടാവും, പക്ഷേ കൂടുതലും ചക്കക്കുരു ഇപ്പോൾ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് തൊലി കളയാതെയാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയതായിട്ടുള്ള പഠനങ്ങളിലൊക്കെ പറയുന്നത് ചക്കക്കുരുവിൻ്റെ ഈ ഒരു ബ്രൗൺ കളറിലുള്ള തൊലി മാറ്റാതിരുന്നുണ്ടെങ്കിൽ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് ഈ ഒരു ചക്കക്കുരുവിൻ്റെ തൊലിക്കെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പണ്ടൊക്കെ ഇതുപോലെ തൊലി കളഞ്ഞിട്ടും ഇപ്പോൾ തൊലി കളയാതെയും ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഇപ്പോൾ ഞാൻ ചെയ്യുന്ന റെസിപ്പികളിലൊക്കെ തൊലി കളയാതെയാണ് ചക്കക്കുരു ഉപയോഗിക്കുന്നത്. അപ്പോൾ ചക്കക്കുരു തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക നീളത്തിൽ. എന്താണെന്ന് വെച്ചാൽ വേഗം കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചക്കക്കുരു കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ചക്കക്കുരു വേവിക്കുമ്പോൾ അതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കുക്ക് ചെയ്യുക. ബാക്കിയുള്ളത് നമുക്ക് ചതച്ച് ചേർക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യം ചക്കക്കുരു ഒന്ന് നീളത്തിൽ കട്ട് ചെയ്യാം. തൊലിയോടുകൂടി കാണിച്ചാൽ വേഗം മനസ്സിലാവും. ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ ചക്കക്കുരു കട്ട് ചെയ്തെടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ചക്കക്കുരു പല രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ റൗണ്ടിലൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ കുക്കായി കിട്ടാൻ സമയം കൂടുതലെടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് വേവിക്കുന്നത്. അപ്പോൾ ചക്കക്കുരു മുഴുവനും നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഇതിപ്പോൾ കഴുകിയതാണ്. ഇനിയിപ്പോൾ ഈ വെള്ളത്തിലേക്കാണ് ചക്കക്കുരു നീളത്തിൽ മുറിച്ചിടുക. ഇതിൽ നിന്ന് നേരെ നമ്മൾ കുക്ക് ചെയ്യുന്ന ചട്ടിയിലേക്ക് വയ്ക്കുക, അല്ലാതെ ഇനി കഴുകിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ ചക്കക്കുരു ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചട്ടിയിൽ ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചതാണ്. ആ വെള്ളത്തിലേക്ക്, വെള്ളം തിളച്ചു തുടങ്ങിയിട്ടൊന്നുമില്ല, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടി മാത്രമാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്, എരിവിനായിട്ടല്ല. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. അപ്പോൾ ചക്കക്കുരുവിന് ഒരു മസാല ടേസ്റ്റ് വരും, അതിനായിട്ടാണ് നമ്മൾ ഗരം മസാലപ്പൊടി ചേർക്കുന്നത്. പിന്നെ ചക്കക്കുരുവിൻ്റെ കൂടെ തന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ, ഈ വലിപ്പത്തിലുള്ള. ഇതൊന്ന് നീളത്തിൽ മുറിച്ച് ചേർക്കുന്നുണ്ട്. ചക്കക്കുരു കുക്ക് ചെയ്യുമ്പോഴും ചേർക്കാം, അതുപോലെ തന്നെ നമ്മൾ മെഴുക്കുവരട്ടി ആക്കി എടുക്കുമ്പോഴും ചേർക്കാം. അപ്പോൾ ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. ഉപ്പ് ഇതൊന്ന് തിളച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടേ ചേർക്കുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് കുക്കായി തുടങ്ങട്ടെ. പിന്നെ നമ്മളിതിലേക്ക് എരിവിനായിട്ട് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വറ്റൽമുളക് ഉണ്ടല്ലോ, വറ്റൽമുളക് ചതച്ചിട്ടാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ കളറിന് വേണ്ടി മാത്രമാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു മെഴുക്കുവരട്ടി കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ വറ്റൽമുളക് ചതച്ചത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ വറ്റൽമുളക് ചതച്ചതില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്തൊന്ന് ചതച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ചക്കക്കുരു ഒന്ന് തിളച്ച് വരട്ടെ.
ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ചട്ടിയിൽ ചക്കക്കുരു വയ്ക്കുകയാണെങ്കിലാണ് ഇത്രയും വെള്ളം വയ്ക്കേണ്ടത്, കുക്കറിലാണെങ്കിൽ ഇത്രയും വെള്ളം വയ്ക്കേണ്ട. പിന്നെ കുക്കറിൽ കുക്ക് ചെയ്യുമ്പോൾ ഒരു വിസിലിൽ കുക്കാവോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുക്കറിൽ കുക്ക് ചെയ്യാറില്ല ചക്കക്കുരു ഒന്നും. അപ്പോൾ സാധാരണ ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്ത് നോക്കുക, അതിനുശേഷം കുക്കായിട്ടില്ലെങ്കിൽ വീണ്ടും കുക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും വെള്ളം വയ്ക്കാതെ കുക്ക് ചെയ്യുക. ഇപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ ചക്കക്കുരുവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. ഇനി നമുക്ക് മെഴുക്കുവരട്ടി ആക്കുമ്പോൾ ഉള്ളിയിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കട്ടെ. ചക്കക്കുരു ഇവിടെ ഇരുന്ന് കുക്കാവട്ടെ. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വയ്ക്കുന്നത്. നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ വേഗം തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ചക്കക്കുരു കുക്കായി കഴിയുമ്പോൾ നമുക്ക് മെഴുക്കുവരട്ടി ആക്കിയെടുക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ചക്കക്കുരു ഒന്ന് ചെറുതായിട്ട് കുഴഞ്ഞ് കുക്കായിട്ടുണ്ട്. എനിക്ക് ചെറുതായിട്ടൊന്ന് കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് കുഴഞ്ഞ് വരുന്നത് വരെ കുക്ക് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഇപ്പോൾ ഓഫ് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് കുറച്ച് വെളിച്ചെണ്ണയിൽ മൊരിഞ്ഞ് വരുമ്പോഴാണ് ഈ ചക്കക്കുരുവിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെമ്മീനൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ ചെമ്മീൻ ചേർത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ചെമ്മീൻ ചേർക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെയും ചെയ്യാം. നമുക്ക് ആദ്യം കടുക് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് മതി. കുറച്ച് ചക്കക്കുരുവല്ലേ ഉള്ളൂ. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയാറാവുന്നുണ്ട്. ഞാനിപ്പോൾ ഇതുപോലെ ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചക്കക്കുരുവിൻ്റെ ഉപ്പ് നോക്കുക. ചക്കക്കുരുവിന് ഉപ്പ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്യണം. ചക്കക്കുരുവിന് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ അതിനും കൂടി ചേർത്തിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമുക്ക് ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളി ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നിങ്ങൾ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഇപ്പോൾ മുളക് പൊടി ഈ ഉള്ളിയുടെ കൂടെ ചേർക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളി കുക്കായി വരുമ്പോൾ മുളക് പൊടിയും കുക്കായി വന്നോളും. ഞാൻ മുളക് പൊടിയല്ല ചേർക്കുന്നത്, ഞാൻ ചതച്ച മുളകാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതുപോലെ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ വറ്റൽമുളക്. ഇതിൻ്റെ കൂടെ തന്നെ 2-3 തണ്ട് കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും കുക്കാവുമ്പോൾ തന്നെ നമ്മുടെ മുളകും കറിവേപ്പിലയും എല്ലാം റെഡിയായി വരും. ഇപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന മെഴുക്കുവരട്ടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗരം മസാലപ്പൊടി ചേർക്കുന്നതാണ്. സാധാരണ മെഴുക്കുവരട്ടികളിൽ നമ്മൾ ഗരം മസാലപ്പൊടി ആഡ് ചെയ്യാറില്ല. അപ്പോൾ ഇതിലാവുമ്പോൾ ആ ഗരം മസാലപ്പൊടിയുടെ ടേസ്റ്റും കൂടി വരുമ്പോൾ ചെമ്മീൻ ഇല്ലെങ്കിലും ചക്കക്കുരു മെഴുക്കുവരട്ടിക്ക് ടേസ്റ്റ് ഉണ്ടാവും. സാധാരണ എപ്പോഴും ഞങ്ങളിവിടെ ഉണ്ടാക്കാറുള്ളത് ചെമ്മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചക്കക്കുരും ചെമ്മീനും ചേർത്തിട്ടുള്ള മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ ചക്കക്കുരു ഇങ്ങനെയല്ല കട്ട് ചെയ്യുക, റൗണ്ടിൽ കുറച്ച് തിക്നെസ്സോടെയാണ് കട്ട് ചെയ്യുക. അതാണെങ്കിൽ കുക്കറിൽ ഒരു വിസിൽ വരുന്നത് വരെയാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നീളത്തിൽ മുറിച്ചിട്ടാണെങ്കിൽ കുക്കറിൽ കുക്ക് ചെയ്യാറില്ല, ചട്ടിയിൽ തന്നെയാണ് കുക്ക് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്ത് നോക്കൂ എന്നുള്ളത്. പക്ഷേ ചട്ടിയിൽ അധിക സമയം വേണ്ടിയൊന്നുമില്ല കേട്ടോ കുക്കായി വരാൻ. അപ്പോൾ എല്ലാ മെഴുക്കുവരട്ടിക്കും നമ്മൾ ഈ ഒരു ഗരം മസാല ചേർത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ടേസ്റ്റ് ആയിരിക്കില്ല. ചില മെഴുക്കുവരട്ടികൾക്ക് ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടുള്ളൂ. നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയിൽ നമുക്ക് ഗരം മസാലപ്പൊടി ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ ചക്കക്കുരുവിനും ടേസ്റ്റ് ഉണ്ടാവും, ചില മെഴുക്കുവരട്ടികൾക്ക് മാത്രം. അപ്പോൾ ഉള്ളി കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഉള്ളിയുടെ ടേസ്റ്റ് നന്നായിട്ട് വരുമ്പോൾ ചക്കക്കുരുവിന് ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ സവോളയാണ് എടുക്കുന്നതെങ്കിൽ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉള്ളി ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും മുളകും ഒക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനിയിപ്പോൾ നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആയി പോകേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറയ്ക്കുക. ചക്കക്കുരു ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഇനി നമുക്കിതെല്ലാം ചേർത്തൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ചക്കക്കുരു ഇത്രയും കുഴയുണ്ട എന്നുണ്ടെങ്കിൽ ഇത്രയും കുഴച്ച് കഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എനിക്ക് ആ ഒരു കുഴഞ്ഞിരിക്കുന്ന ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിത് കുഴച്ച് വേവിച്ചെടുത്തത്. ഇനി ഇതൊന്ന് സ്പ്രെഡ് ചെയ്തിടുക. അപ്പോൾ
ചക്കക്കുരുവിലുള്ള ആ വെള്ളത്തിൻ്റെ അംശം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിക്കോളും, ഒന്നുകൂടി ഒന്ന് മൊരിഞ്ഞ് വരും. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. കുറച്ച് സമയം, ഒരു 2 മിനിറ്റോളം ഇങ്ങനെ തന്നെ വയ്ക്കുക. അപ്പോൾ ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പൊരിഞ്ഞ സൈഡൊന്ന് മുകൾ ഭാഗത്തേക്ക് ആയി വരാനായിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിക്കാം. ഇതുപോലെ ഒന്ന് തിരിച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചിട്ട് ഡ്രൈ ആക്കിയെടുക്കുക. ഒരുപാടങ്ങ് ഡ്രൈ ആയി പോവില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ വല്ലാതെ അങ്ങ് ഡ്രൈ ആവില്ല. എങ്കിലും ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. ഇതുപോലെ തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഇത് ചക്കക്കുരുവും തോരനും നമ്മൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ചക്കക്കുരുവും മുരിങ്ങയ്ക്കയും എല്ലാം ചേർത്തിട്ട് തോരൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആ തോരന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിന് ഇതുപോലെ അല്ല, അത് കുറച്ചുകൂടി ഉടഞ്ഞു പോകും ചക്കക്കുരു. ആ രീതിയിലാണ് ചക്കക്കുരു മുരിങ്ങയ്ക്കയും ചേർത്തിട്ട് തോരൻ ഉണ്ടാക്കുന്നത്. നമുക്ക് വേറെ റെസിപ്പി ചെയ്യാം. പിന്നെ ചക്കക്കുരുവിൻ്റെ കുറേ റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ചക്കക്കുരുവിൻ്റെ മാത്രമല്ല, ചക്കയുടെ റെസിപ്പീസ് കുറേ ചെയ്തിട്ടുണ്ട്. ജാക്ക് ഫ്രൂട്ട് റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ചക്കയുടെ റെസിപ്പീസിന് കറികളും സ്നാക്സും നമ്മുടെ ചക്ക വരട്ടിയതും എല്ലാം ഉണ്ട്. അപ്പോൾ ചക്കക്കുരു ഇത്രയും മതി. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കണ്ടോ, ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ വളരെ എളുപ്പത്തിലുള്ള ചക്കക്കുരു മെഴുക്കുരട്ടി അല്ലെങ്കിൽ ചക്കക്കുരു ഉലർത്തിയത് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ചോറിൻ്റെ കൂടെ ചൂടോടെ തന്നെ ഉണ്ടാക്കി കഴിക്കുക. കഴിച്ചു കഴിഞ്ഞിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പികളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ സബ്സ്ക്രൈബ് എന്ന ബട്ടൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.